ഒരു പാറ്റ സമരം കാരണം വേറൊരു വാർത്തയ്ക്കും മീഡിയയിലൊന്നും ഇടം പിടിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊരവസ്ഥയായി. കോളടിച്ചില്ലേ, സന്തോഷമായല്ലോ. പാറ്റ സമരം എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയാണ് അവരങ്ങനെ ഒരു പാറ്റ ജനതാ പാർട്ടി രൂപീകരിച്ചത്? അതെവിടെയോ നിൽക്കുന്നു. ഇപ്പോ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സംഭവങ്ങളും വേറെ എവിടെയൊക്കെയോ നിൽക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇന്നലെ വേടൻ ഒരു പാട്ടും പറച്ചിലും ഒക്കെ നടത്തുന്നത് കണ്ടു. കുറെ ആളുകളും കൂടെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര പാട്ട് പറയുന്ന ഒരു രീതിയായിരുന്നു. എന്താണ് പറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി ചാണകം തീനിയടാ, അത് നമ്മുടെ വിധിയടാ, നമ്മൾ എന്ത് ചെയ്യാനടാ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വരികൾ ഒരുപാട് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ഇരുന്ന് ചിന്തിച്ചിരുന്ന് എഴുതി തയ്യാറാക്കി ഈണമൊക്കെ പകർന്ന വരികളാണെന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ടൊക്കെ പാടുന്നത് കേട്ടു. ഈ കോമാളി എന്താ കാണിക്കണേ? സ്ഥലം കാലിയാക്കുന്നതാണ് ബുദ്ധി. എന്നിട്ട് കറുപ്പിന് എന്താടാ കുഴപ്പം ഇതൊക്കെയാ ചോദിക്കുന്നത്. പാട്ടെന്ന് വെച്ചാ പത്മനാഭന് ജീവന. ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം, ഞാനൊരു സംഖ്യയല്ല. ഇനി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ് ഞാൻ മടുത്തു. എങ്ങനെ വേണമെങ്കിലും കണക്കാക്കിക്കോ. ഒരുത്തൻ പാന്റിന്റെ സിബ് അഴിച്ച് കാണിക്കുകയാണ് വീഡിയോ പിടിക്കുന്ന സമയത്ത്. പോലീസുകാരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അവൻ പാന്റിന്റെ സിബ് അഴിച്ച് കാണിക്കുകയാണ് മീഡിയയെ. പുതിയൊരു മാരണം. കേരളത്തില് വയനാട്ടിൽ നിന്ന് ഒരുത്തൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്തിനാണ് നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത്, ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഖുറാനിലെ ഏതോ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട് അവസാന കാലത്ത് ഇങ്ങനെ പ്രാണികളും പാറ്റകളും ഒക്കെ നുഴഞ്ഞു കയറും, അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ലോകാവസാനം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അവൻ വയനാട്ടിൽ നിന്ന് പായും ചുരുട്ടിക്കെട്ടി ഡൽഹിക്ക് വിട്ടിരിക്കുക. കുറേ സെലിബ്രിറ്റികൾ ഇവിടുന്ന് അവിടേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഒരു കാര്യവുമില്ല. എന്താണ് സംഭവം എന്ന് ഇപ്പോൾ വന്ന് ആർക്കും ഒരു പിടിയില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇവിടെ പാട്ട് ബഹളം വേടനൊക്കെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യണ്ടേ സാറേ? ഒന്ന് വിളിച്ചോണ്ട് പോടോ.